ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഒരു യാത്ര പോവുകയാണ്. രാവിലെ 5:30 വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത്. അപ്പോൾ എവിടേക്കും അല്ല, മലമ്പുഴ ഡാം കാണാൻ പോവുകയാണ് കേട്ടോ. കുറേ വർഷം മുമ്പ് ഒരുപാട് പ്രാവശ്യം വന്നിരിക്കണം, പക്ഷെ കുറച്ച് വർഷങ്ങളൊക്കെ ആയിട്ടോ. അപ്പം അങ്ങനെ വന്നിക്കുകയാണ്. ഞങ്ങൾ വീട്ടിൽ നിന്നൊരു 5:30 ഇറങ്ങി. ഇവിടെ ഒരു 8 മണിയായപ്പത്തിന് എത്തിട്ടോ. അങ്ങനെ ഇതിലെല്ലായിടത്തും കൂടിയൊക്കെ ഒന്ന് കറങ്ങി. അപ്പം ഞാൻ വിചാരിച്ചത് ഫുള്ളും കൂടി ഒന്നും ഒരു വീഡിയോയിൽ കൊള്ളൂല, കാരണം ലെങ്ത്ത് ഭയങ്കരം കൂടും. അപ്പോൾ ഇത് 2 പാർട്ടാക്കാൻ എഴുതിങ്ങാണ്ട്, പാർട്ടൊന്നും അല്ല, അങ്ങനെ 2 വീഡിയോ ആക്കി ഇടാൻ എഴുതിങ്ങാണ്ട് ഇതിപ്പോൾ ഞാനൊരു വീഡിയോ ആക്കിയാണ്ട് ഇട്ടിക്കാട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ വന്നാകെ ടിക്കറ്റിന് 30 റുപ്യ, വലിയവർക്ക് 30 റുപ്യയും കുട്ടികൾക്ക് 10 റുപ്യയും കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറാം കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടം പോലെ കാണാനുണ്ട്. പൂക്കളും പിന്നെ ഡാമിൻ്റെ മുകളിൽ കൂടിയൊക്കെ കയറി അങ്ങനെയൊക്കെ കാണാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകൾ. പക്ഷേ ഈ രാവിലെ വെയിൽ ആയിക്കഴിഞ്ഞാൽ ഇപ്പം മഴയില്ലല്ലോ, അതുകൊണ്ട് എല്ലായിടത്തും വെയിൽ തന്നെയല്ലേ. ഈ വെയിൽ കൂടിക്കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഞങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഡാമിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മരങ്ങളും നമുക്ക് വിശ്രമിക്കാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മലമ്പുഴ കണ്ടോലോടല്ല ഇപ്പോൾ പറയുന്നത് കേട്ടോ. കണ്ടോൾക്ക് ഇപ്പോൾ അതൊക്കെ അറിയാമല്ലോ, കാണാത്തവർക്ക് വേണ്ടിയാട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ്. ഇവിടെ ഒരു യക്ഷിൻ്റെ പ്രതിമയൊക്കെ ഉണ്ട്. അതൊക്കെയാണ് അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട്, ഞങ്ങൾ കുറേ ആളൊന്നും പോന്നിട്ടില്ല. ആങ്ങളുടെ മക്കളും പെണ്ണുങ്ങളും പേരക്കുട്ടിയും ഞാനും കുട്ടിയെ മാത്രമായിട്ടോ നിൽക്കണം. നല്ല അടിച്ചു പൊളിച്ച്. മറ്റവരൊന്നും ഇല്ലായിരുന്നു. വെയിലും പിന്നെ വീട്ടിൽ സുഖമില്ലാത്തവരൊക്കെ ഉണ്ടായതുകൊണ്ടേ അതിലൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ റോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ, നല്ല സൂപ്പറാണ്. പിന്നെ എന്തൊക്കെയുണ്ട്, അപ്പം ഇവിടെ വിശ്രമിക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങൾ ഇഷ്ടം പോലെ കേട്ടോ. അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് കുറേ നേരം ഇരുന്ന് പിന്നെ ഞങ്ങളൊരു 10 മണി ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ആ ഡാമിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. 10 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഡാമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അങ്ങനെ വെയിലായതുകൊണ്ടേ കുറച്ച് കുറവാണ്, എന്നാലും ഇല്ലത് അവിടെ ഇവിടെയൊക്കെ അങ്ങനെ. ഉച്ച കഴിയണം ഇവിടെ ജനങ്ങളെ കൊണ്ട് തിരക്കേ കാരട്ടോ. ഈ പൊളി സ്ഥലമാണ്. അപ്പം ഈ ഓണ വെക്കേഷൻ ഇവിടെ മലമ്പുഴ. സൗണ്ടൊക്കെ കുറച്ചൊക്കെ അടച്ചിക്കണം കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഇനി ഇവിടെ ഒരു തൂക്കുപാലുണ്ട്. ഇവിടെ കുറച്ചും കൂടി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്നേക്ക് പാർക്കുണ്ട്. പിന്നെ ഇവിടെ ബോട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ, സ്പീഡ് ബോട്ടൊക്കെ. അതിൽ കയറണുണ്ടോയെന്ന് അറിയില്ല, അവിടേക്ക് ഞങ്ങൾ എത്തണുള്ളൂ. അതൊക്കെ ഞാൻ കയറണുണ്ടെങ്കിലൊക്കെ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഫുള്ളൊന്ന് കണ്ടു നോക്കി, ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. കാണാത്തവർക്കൊക്കെ വേണ്ടിയാണ് പറയുന്നത്. കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താമരക്കുളങ്ങളാണ് കേട്ടോ അത്. താമരകൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. വെയിലായതുകൊണ്ട്, ഇവിടെയൊക്കെ വെയിൽ തന്നെയാണ്. അതുകൊണ്ട് വെയിലായതുകൊണ്ട് കുറേ കരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ തുറന്നിട്ടുള്ളൂ, തുറന്ന് ജോലിക്കാർ ഇങ്ങോട്ട് കയറിയിട്ടുള്ളൂ. അങ്ങനെ അപ്പോൾ ഇതിലെങ്ങനെ ഈ യക്ഷിനെ കാണാൻ കുറേ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. പോലും പറയാം ഞങ്ങൾ യക്ഷിനെ ഒന്ന് ഫോട്ടോ എടുക്കട്ടെ. ഫോട്ടോ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അല്ലാതെ നമ്മളെ കൊണ്ട് യക്ഷിനെ ഉണ്ടാക്കാൻ പറ്റുമോ. അപ്പം അതിന് കുറേ പറഞ്ഞ് ചിരിച്ചു കേട്ടോ. നല്ല രസമാണ്, പക്ഷെ നമുക്കൊരു മടി തോന്നും. യക്ഷി ഏതായാലും സൂപ്പറാണ്.
പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞല്ലേ ഓണ ലീവൊക്കെ എല്ലാവരും കഴിഞ്ഞില്ലേ? ഇത്ര ദിവസം 10 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ഇതാ അറിയുമ്പോഴത്തേന് നല്ല വെയിലാട്ടോ, ഭയങ്കര വെയിലാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ ബോട്ടിങ് ഉള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോട്ടിങ്ങിൽ അതിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. ഞങ്ങൾ ആ ചീപ്പില്ലേ നമ്മൾ പിന്നെ എന്താ അപ്പോൾ ഇതാ ഞങ്ങൾ ബോട്ടിങ്ങിൻ്റെ അടുത്ത് എത്തിക്കുന്നു കേട്ടോ. ഇനി ഞങ്ങൾ ബോട്ടിങ്ങിൽ കയറണുണ്ടോ നോക്കട്ടെ. അവിടുന്ന് ടിക്കറ്റിന് എത്ര വില എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. വിലയൊക്കെ പറഞ്ഞ് അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് കേട്ടോ. ഞാൻ ഇവിടുന്ന് തന്നെയാണ് ഇത് ഇതാക്കണം. അപ്പോൾ ബോട്ടിങ് കയറുന്നുണ്ട് കേട്ടോ. ബോട്ടിങ് കയറാൻ വേണ്ടി ഞാൻ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. എത്ര വില എന്നൊന്നും അറിയില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ബൈ ബൈ.